ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഒത്തിരി പ്രത്യേകതയുള്ളൊരു ദിവസമായിട്ടോ. ഇന്നലെ പിറന്നാളാണ്. വയസ്സ് പറയുന്നില്ല, പിറന്നാൾ ദിവസം വയസ്സ് പറയരുതെന്നാണ്. എങ്കിലും രാവിലെ തന്നെ ഞാൻ കുളിച്ച് വിളക്ക് കത്തിക്കാനുള്ള ഒരുക്കമാണ്. ഇപ്പം സമയം ഒരു 5:30 കഴിഞ്ഞതേ ഉള്ളൂ. വിളക്ക് കത്തിക്കണം, ലളിതാ സഹസ്രനാമം ഒന്ന് ചൊല്ലണം. എന്നിട്ട് നമ്മുടെ അടുത്തൊരു ദേവീക്ഷേത്രം ഉണ്ട് കേട്ടോ ഇവിടെ തന്നെ, അവിടെ ഒന്ന് പോകണം. ഇന്നലെയും ഞാൻ അങ്ങനെ വിചാരിച്ച് കിടന്നുകൊണ്ട് ഇന്ന് നേരത്തെ എഴുന്നേക്കാൻ പറ്റി. ഞാൻ വേഗം തന്നെ വിളക്കെല്ലാം കത്തിച്ച് പ്രാർത്ഥിച്ചു. നമ്മുടെ പിറന്നാളിന് നമ്മൾ സന്തോഷിച്ചില്ല പിന്നെ ആരല്ലേ സന്തോഷിക്കേണ്ടത്? ഓരോ പിറന്നാളും പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകുമ്പം പ്രായം കൂടിക്കൊണ്ടിരിക്കുമല്ലേ. അന്നേരം പുതിയ പുതിയ തിരിച്ചറിവുകളും പുതിയ പുതിയ സുഹൃത്തുക്കളും അങ്ങനെ ഒത്തിരി മാറ്റങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ പിറന്നാൾ പോലല്ല ഈ പിറന്നാൾ. കഴിഞ്ഞ പിറന്നാളും വലിയ ആഘോഷമൊന്നും ഇല്ലായിരുന്നു, എങ്കിലും അതിനെക്കാട്ടി എന്തൊക്കെയോ സംതിങ് സ്പെഷ്യലായിട്ട് എനിക്ക് ഇന്നത്തെ ദിവസം തോന്നി കേട്ടോ. പ്രത്യേകിച്ച് ഈ വീഡിയോ എടുക്കുന്നത് കൊണ്ട്, ഞാനൊരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയത് കൊണ്ട് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പം ഞാൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ട് ഇറങ്ങി. നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്തുള്ള ആരും എഴുന്നേറ്റിട്ടൊന്നും ഇല്ല കേട്ടോ. എല്ലാ വീട്ടിലും കഥയൊക്കെ അടച്ചിട്ടിരിക്കുക. ഞാനിങ്ങനെ അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയാണ് നടക്കുന്നത്. ക്രിസ്മസ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്റ്റാറൊന്നും അയച്ചു വെച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളും അയച്ചിട്ടില്ല, അത് വേറെ സത്യം. കുറച്ച് ദൂരേ ഉള്ളൂ. നല്ല മഞ്ഞുണ്ട്, റോഡിലൊന്നും ആരും ഇല്ല കേട്ടോ. പട്ടി കാണുമെന്നൊക്കെ പേടിച്ചാണ് ഞാൻ പോകുന്നത്. സാധാരണ ഈ സമയത്ത് ഇറങ്ങുമ്പോൾ റോഡിൽ പട്ടിയൊക്കെ കാണാറുണ്ട്. ഇന്ന് പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇത് അമ്പലത്തിന് ഇപ്പോൾ ഉള്ളൊരു SNDP ഓഡിറ്റോറിയം കേട്ടോ. ഗുരുദേവൻ്റെ മന്ദിരമൊക്കെ ഉള്ളതാണ്, ഗുരുമന്ദിരമാണ്. പിന്നെ അത് ഇവിടുന്ന് നേരെ കാണുന്ന കേട്ടോ അമ്പലം. കണ്ടോ, അമ്പലം രാവിലെ 5 മണിക്ക് തുറക്കും. പക്ഷെ അവിടെ 2 തിരുമേനിമാരുണ്ട്. പൂജയ്ക്ക് അകത്ത് കയറുന്ന തിരുമേനി താമസിച്ചേ വരത്തുള്ളൂ. ഞാൻ പിന്നെ രാവിലെ അങ്ങ് തൊഴുതിട്ട് പോകും. പിന്നെ വഴിപാട് എഴുതുവാണെങ്കിൽ മക്കൾ പിന്നെ വന്ന് വാങ്ങിക്കും. ആ പ്ലാനിങ്ങിലാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. ഈ കാണുന്ന സ്കൂളാട്ടോ, 4ാം ക്ലാസ് വരെ ഉള്ളൂ. നമ്മുടെ മക്കൾ ഇവിടെ അല്ല പഠിക്കുന്നത്, ഇവിടെ അടുത്തുള്ള ബാക്കി പിള്ളേരൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. അമ്പലം സ്കൂൾ അടുത്തടുത്താണ്. ഞാൻ അമ്പലത്തിൽ തൊഴുതിട്ടൊക്കെ ഇറങ്ങി വീട്ടിൽ വന്ന് ഞാനങ്ങ് ചായ വെച്ചേട്ടോ. സന്തോഷത്തോടെ ചായ കുടിച്ചിട്ട് വേണം, ബാക്കി ഒത്തിരി ജോലിയുണ്ട്. ഞാനങ്ങനെ ചായ ഇട്ട് കഴിയുമ്പോൾ മക്കൾ എഴുന്നേറ്റ് വന്നിട്ട് എനിക്ക് പിറന്നാൾ സമ്മാനം എന്തോ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇത് മോങ്കുട്ടിൻ്റെ സമ്മാനം കേട്ടോ, ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഒത്തിരി സന്തോഷമായി. പൊട്ടാട്ടോ, ചെറിയ ഗോപിപ്പൊട്ട്. ഇത് പിന്നെ മോടെ സമ്മാനമാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നൊക്കെ എഴുതിയിട്ട് കുറച്ചും കൂടെ വലിയൊരു ഗോപിപ്പൊട്ട്. എന്തായാലും മക്കളുടെ സമ്മാനം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. ഞാനപ്പോൾ അവളോട് ചോദിച്ചു ഇത് എപ്പോൾ വാങ്ങി വെച്ചെന്ന്. അപ്പോൾ പറഞ്ഞു ഇന്നലെ കടയിൽ പോയപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കുടുക്കയിൽ നിന്ന് പൈസ എടുത്തിട്ട് വാങ്ങി വെച്ചെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇഡലിയും ചമ്മന്തിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു. എനിക്ക് ഫിഷറീസ് ഓഫീസ് വരെ പോകണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ബാക്കി ജോലിയൊക്കെ ഇങ്ങ് തീർത്തു. ചോറ് വെച്ചു, നങ്ക് കിട്ടിയായിരുന്നു കേട്ടോ, അത് പറ്റിച്ചു. സാമ്പാറുണ്ടല്ലോ, വൈകുന്നേരത്തേക്ക് വറക്കാനും കുറച്ച് മീൻ വരട്ടി വെച്ചു. തുണി കഴുകിയില്ല, വന്നിട്ട് വേണം ആ പണിയൊക്കെ ചെയ്യാനായിട്ട്. ഇപ്പോൾ കാപ്പി കുടിച്ചതിന് ഒരുങ്ങാൻ കയറിയേ. അപ്പോൾ 2 പേരും കൂടെ വഴക്കാകട്ടോ, ഞാൻ വാങ്ങിച്ച പൊട്ട് വെക്ക്, ഞാൻ വാങ്ങിച്ച പൊട്ട് വെക്കുന്നു. അപ്പോൾ എനിക്ക് വലിപ്പമുള്ള പൊട്ട് അത്ര പ്രിയമല്ലേ. ഞാനെങ്കിലും ചെറിയൊരു കോഴിപ്പൊട്ടൊക്കെ വെച്ച് ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ കയറണം, പാൽ പായസത്തിന് രസീത് എഴുതണം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പോൾ രാവിലെ ചെന്ന് ക്യൂ നിന്നാലേ നമുക്ക് പായസം ഉച്ചയാകുമ്പോൾ കിട്ടത്തുള്ളൂ. നല്ല തിരക്കായിരിക്കും. 8 മണിക്ക് നിൽക്കുന്ന ക്യൂ 10 മണിയാകുമ്പോൾ അവർ രസീത് ക്ലോസ് ചെയ്യും. പിന്നെ നിന്ന് കഴിഞ്ഞാൽ രസീത് എഴുതുവാണെങ്കിൽ നമുക്കൊരു 1:30 കഴിയും പായസം കിട്ടാനായിട്ട്. 8 മണിക്ക് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചെങ്കിലും ജോലി തീർത്ത് വന്നപ്പോൾ എനിക്ക് നടന്നില്ല. അപ്പോൾ ഇപ്പം ചെന്ന് കഴിഞ്ഞാൽ രസീത് കിട്ടുമോ എന്നുള്ള സംശയത്തിലാണ് ഞാൻ പോകുന്നത്. നല്ല തിരക്കുണ്ടെന്ന് അമ്പലത്തിൽ അങ്ങോട്ട് നോക്കുമ്പോഴേ നമുക്കറിയാം. വണ്ടിയൊക്കെ നല്ല തിരക്കായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പള്ളിപ്പാന അടുത്ത മാസം തുടങ്ങുന്നത് കൊണ്ട് തന്നെ അവിടെ പന്തൽ പണിക്കാരുടെയൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നോക്കാം രസീത് കിട്ടുമോ ഇല്ലയോ എന്ന്. ഏട്ടൻ്റെ പിറന്നാളിന് ആഗ്രഹമായിരുന്നു 1 ലിറ്റർ പാൽപ്പായസം നടത്തണം എന്നുള്ളത്. അന്ന് പക്ഷേ അമ്പലത്തിൽ വരാൻ പറ്റിയില്ല. ഇന്ന് കിട്ടണം, ഇല്ലെങ്കിൽ 2-ാം തീയതി നമ്മുടെ മോങ്കുട്ടിൻ്റെ പിറന്നാളുണ്ട്. ഇന്ന് പറ്റിയില്ലെങ്കിൽ അന്നത്തേക്കെങ്കിലും എഴുതിക്കണമെന്നുള്ള വിചാരത്തിലാണ് പോകുന്നത്. കണ്ടോ, അമ്പലത്തിൽ പന്തൽ പണിയുടെയൊക്കെ ആട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ പള്ളിപ്പാനയുടെയും ദ്രവ്യകലശത്തിൻ്റെയൊക്കെ ഇത് രസീതൊക്കെ കൊടുക്കുന്ന കേട്ടോ. നമുക്കവിടെ ബുക്കും കിട്ടും. പള്ളിപ്പാനയുടെ ഫുൾ ഡീറ്റെയിൽ അടങ്ങിയ ബുക്ക് 110 രൂപ എന്തോ ഉള്ളൂ. അവിടുത്തെ എല്ലാ കടയിലും കിട്ടുമെന്ന് തോന്നുന്നു. അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെയാണ് നമ്മൾ ക്യൂ നിൽക്കേണ്ടത് പായസം വേണമെങ്കിൽ. ഇത് ദൂരെ നിന്ന് വന്ന ആൾക്കാരാട്ടോ.
ഞാൻ അവരെ ഒന്ന് പരിചയപ്പെട്ടായിരുന്നു. അവർ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്, ഇന്നലെ വന്നതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ രസീത് എടുത്തിട്ട് ഞാൻ ഫിഷറീസ് ഓഫീസ് വരെ വന്നു. നമുക്കവിടെ ക്ഷേമനിധിയുടെ പൈസ അടച്ചാൽ മതി, പക്ഷേ കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അമ്പലപ്പുഴ അമ്പലത്തിലോട്ട് പോകണം. അങ്ങനെ ഞങ്ങളത് അമ്പലപ്പുഴ അമ്പലത്തിൽ വന്നു. എനിക്കും കിട്ടിയ 1 ലിറ്റർ പാൽപ്പായസം. അതിൻ്റെ സന്തോഷമായിട്ടാണ് മുഖത്ത് കാണുന്നത്. ആ പായസം വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഐഡിയ ചാർച്ചങ്ങളിലൊക്കെ പാടിയിട്ടുള്ള സോണിയ എന്ന് പറഞ്ഞ ചേച്ചിയെ കണ്ട് കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞു. ഞങ്ങൾ ഈ ഊണ് കഴിക്കാനായിട്ട് കയറി കേട്ടോ. ഇന്ന് അമ്പലത്തിലെ ഊണിന് തീയലുണ്ടായിരുന്നു, സാമ്പാർ, പുളിശ്ശേരി, നാരങ്ങ അച്ചാർ. നല്ല ഊണായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഊണും കഴിച്ചിട്ട് ഏട്ടൻ പറഞ്ഞു ബർത്ത്ഡേ അല്ലേ, ഒരു കുഞ്ഞ് മൂക്കുത്തി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് എന്നെയും കൊണ്ട് പോകാട്ടോ. എനിക്ക് മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വെള്ളക്കരൻ്റെ കുഞ്ഞു മൂക്കുത്തി ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ചേട്ടായി ബർത്ത്ഡേ ആയിട്ട് ഒരു മൂക്കുത്തി എല്ലാം വാങ്ങിച്ച് തന്നിട്ട് പിന്നെ എന്നെയും കൊണ്ടൊരു കേക്ക് വാങ്ങിക്കാനായിട്ട് പോയി. എനിക്ക് കേക്ക് മുറിക്കാന്നുള്ള പരിപാടി ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. മക്കളെ പറഞ്ഞതുകൊണ്ട് പോലും ഞാൻ കേക്ക് വാങ്ങിക്കാറില്ല. പക്ഷേ ഇന്നെന്തോ മക്കൾ നിർബന്ധമായിരുന്നു ഒരു കേക്ക് വാങ്ങിക്കാൻ എന്ന് പറഞ്ഞിട്ട് അവർക്കും കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേക്ക് വാങ്ങിക്കാനായിട്ട് പോയതാണ്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പാൽപ്പായസം പൊട്ടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, കുറേ നാളായി കുടിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ പായസം പൊട്ടിച്ചിട്ട് കുടിക്കാനുള്ള തയ്യാറെടുപ്പുണ്ടോ. അവൾ ഗ്ലാസും കൊണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പിറന്നാൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഭഗവാന്റെ സദ്യയും ഭഗവാന്റെ പാൽപ്പായസമൊക്കെ ഒത്തിരി സന്തോഷമായിരുന്നേ. അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കേക്ക് മുറിക്കുന്നതായിട്ടുള്ള വിശേഷങ്ങളോട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.